ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് കളക്ടർ ശാലിനിയും പിന്നെ സരോജവും മേയറായ സുസ്മിതയും. എന്നാൽ സുസ്മിതയ്ക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ല അവിടെയുള്ള ആൾക്കാരൊക്കെ. കളക്ടറെ ബൊക്കെയും മാലയും ഇട്ട് സ്വീകരിക്കുമ്പോൾ സുസ്മിതയെ മൈൻഡ് പോലും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ് അവർ. എല്ലാവരും മേടയിലേക്ക് വന്നു. എല്ലാവരെയും പരിചയപ്പെടുകയാണ് ശാലിനി. ഇതേസമയം താഴെ വിഷ്ണുവും താലിമാലയുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സത്യഭാമ ഹോസ്പിറ്റലാണ് എന്നുള്ള വിവരം ഇപ്പോഴും വിഷ്ണു അറിയുന്നില്ല. ശിവദാസൻ പറയുന്നു, മോനെന്താ വൈകിയതെന്ന്. കുറച്ച് വൈകി എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. കളക്ടറും എത്തിയിട്ടുണ്ടെന്ന് ശിവദാസൻ പറഞ്ഞപ്പോൾ ആഹാ, കളക്ടർ എത്തിയിട്ടുണ്ടോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ശിവദാസൻ പറയുന്നു, സത്യാമ്മയെ ഇതുവരെ കണ്ടില്ലല്ലോ. സാധാരണ ഇത്തരം ചടങ്ങുകൾക്ക് സംഘാടകർ എത്തിച്ചേരുന്നതിന് മുമ്പ് വരുന്ന ആളാണ്. ഇത് കേട്ട് ടെൻഷനോടെ വിഷ്ണു പറയുന്നു, അമ്മ ഇതുവരെ വന്നില്ലേ? ഈ സമയം സത്യഭാമയുടെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യഭാമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പുറത്ത് ശ്യാമ കാവലും. ഫോൺ സൈലന്റ് ആയതുകൊണ്ട് തന്നെ ശ്യാമയും അത് കേൾക്കുന്നില്ല. അതുകൊണ്ട് വിഷ്ണു വിളിച്ചിട്ടും കിട്ടുന്നില്ല. മുഹൂർത്തത്തിന് സമയമായി വരുന്നല്ലോ മോനെ എന്ന് ശിവദാസൻ പറയുന്നുണ്ട്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് 6 ദമ്പതികൾക്കുള്ള താലികളും താലിമാലകളും എന്ന് പറഞ്ഞ് വിഷ്ണു അത് അവരെ ഏൽപ്പിക്കുന്നു. ഒരു കാര്യം അമ്മ വന്നോളും, നടക്കട്ടെ. അങ്ങനെ സാധനങ്ങളെല്ലാം ശിവദാസന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് വിഷ്ണു. സത്യഭാമ വരാത്തത് കൊണ്ട് തന്നെ വീണ്ടും സത്യഭാമയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് വിഷ്ണു. ഇനിയിപ്പോൾ അമ്മ ഫോൺ സൈലന്റ് ഇട്ടേക്കുവാണോ? അമ്മ വന്നോളും എന്നൊക്കെ വിഷ്ണു വിചാരിക്കുന്നു. അപ്പോഴാണ് കളക്ടറുടെ കാര്യം ഓർക്കുന്നത്. കളക്ടർ വന്നിട്ടുണ്ടല്ലോ. പല സമയത്തും ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. ഇപ്പോൾ കാണാൻ പറ്റിയ അവസരമാണ്, ഒന്ന് കണ്ടു കളയാമെന്ന് വിഷ്ണു വിചാരിക്കുകയും അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു വരുന്ന വിവരം ശാലിനി അറിഞ്ഞിട്ടില്ല. ഈ സമയം സരോജം എല്ലാവരെയും ശാലിനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതിൽ ഒരു പെൺകുട്ടി ശാലിനിയുടെ അനുഗ്രഹം വാങ്ങാൻ തുടങ്ങിയപ്പോൾ ശാലിനി പറയുന്നു, വേണ്ട, ദൈവമായി കാണേണ്ടതും അനുഗ്രഹം വാങ്ങിക്കേണ്ടതും ഭർത്താവിൻ്റെയാണ്. പുരുഷൻ സ്ത്രീക്ക് മാത്രമല്ല ജീവിതം കൈമാറുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആ ബഹുമാനവും സ്നേഹവും തിരിച്ചും വേണം എന്നൊക്കെ ശാലിനി അവരോട് പറയുന്നുണ്ട്. ഓരോരുത്തരെയായിട്ട് ശാലിനി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സരോജം. വിഷ്ണു അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ശിവദാസൻ അവിടേക്ക് താലിയും മാലയുമായിട്ട് വന്നത്. മെമ്പറിനെ അത് ഏൽപ്പിക്കുന്നു. സത്യാമ്മയുടെ ജുവലറിയിൽ നിന്നും കൊടുത്തുവിട്ടതാണെന്ന് ശിവദാസൻ പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടുകയാണ് ശാലിനി. സത്യാമ്മ എത്തിയില്ലായിരുന്നോ എന്ന് സരോജൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്തെ ആ സത്യാമ്മയെ റോഡിൽ വെച്ച് കണ്ട കാര്യവും ഹോസ്പിറ്റലിൽ എത്തിച്ച കാര്യവും ശാലിനി ഇപ്പോൾ ഓർക്കുന്നു. ഇല്ല, അവരുടെ മകൻ വന്നിരുന്നോ വിഷ്ണു എന്ന് ശിവദാസൻ പറഞ്ഞപ്പോൾ വീണ്ടും ശാലിനി ഞെട്ടി നിൽക്കുന്നു. എന്നിട്ട് ആൾ എവിടെയെന്ന് സരോജൻ ചോദിക്കുന്നു. സത്യാമ്മയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ മടങ്ങിപ്പോയെന്ന് ശിവദാസൻ പറയുന്നുണ്ട്. ശാലിനിയുടെ ടെൻഷൻ കണ്ടിട്ട് അനു ചോദിക്കുന്നുണ്ട്, എന്താ മേഡം എന്ന്. ഒന്നുമില്ലെന്ന് ശാലിനിയും പറയുന്നുണ്ട്. ശിവദാസൻ ശാലിനിയോട് പറയുന്നു, മേഡം സമൂഹ വിവാഹത്തിനുള്ള താലിയും മാലയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ? ആയിക്കോട്ടെ അല്ലേ തിരുമേനി എന്ന് ശാലിനിയും. ഈ സമയം സുസ്മിതയും ചന്ദ്രബോസും അടക്കം എല്ലാവരും അവിടെ തന്നെയുണ്ട്. ശാലിനിയുടെ പിറകിലായിട്ട് വന്നിരിക്കുകയാണ് വിഷ്ണു. ശാലിനി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വിഷ്ണുവിന് കാണാനും സാധിക്കുന്നില്ല. ആ പെൺകുട്ടിയായിരിക്കും കളക്ടർ എന്ന് വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ശാലിനിയെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നാൽ ചടങ്ങിൻ്റെ തിരക്കിലായിരിക്കും കളക്ടർ. മുൻപരിചയമില്ലല്ലോ. അമ്മയാണെങ്കിൽ വന്നതുമില്ല. എന്തായാലും നന്ദി പറയുന്നത് അമ്മ വന്നിട്ടാകാം എന്നൊക്കെ വിഷ്ണു വിചാരിക്കുകയാണ്. ശാലിനിയുടെ പിറകുവശം മാത്രമേ ഇപ്പോൾ വിഷ്ണു കണ്ടിട്ടുള്ളൂ. ശാലിനിയാണെന്ന് മനസ്സിലായിട്ടുമില്ല. എന്നാൽ തൻ്റെ തൊട്ടു പിറകിൽ വിഷ്ണു ഉണ്ടെന്നുള്ള കാര്യം ശാലിനിക്കും അറിയില്ല. വിഷ്ണു ഇങ്ങോട്ടേക്ക് തിരിയാൻ തുടങ്ങിയപ്പോഴാണ് ശാലിനി മേഡം എന്ന് ശിവദാസൻ വിളിച്ചത്. പെട്ടെന്ന് വിഷ്ണു ഒന്ന് തിരിഞ്ഞു. വിഷ്ണു തൻ്റെ കണ്ണുകൊണ്ട് അവിടെയൊക്കെ പരതുകയാണ് തൻ്റെ ശാലിനി അവിടെ ഉണ്ടോ എന്ന്. അപ്പോഴാണ് ശാലിനിയെ വിഷ്ണു നേരിട്ട് കാണുന്നത്. ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് ശാലിനിയാണെന്ന് വിശ്വസിക്കാൻ പോലും വയ്യാതെ നിൽക്കുകയാണ് വിഷ്ണു. ഇതൊന്നും അറിയാതെ തൻ്റെ അരികിൽ നിൽക്കുന്ന ആളോട് ശാലിനി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാൾ പറയുന്നത്, അതല്ലേ നമ്മുടെ പുതിയ ജില്ലാ കളക്ടർ? മറ്റൊരു സ്ത്രീ പറയുന്നു, അതെ, പാവങ്ങൾക്കും അഗതികൾക്കും വേണ്ടി ഈ കുട്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഇത് വിഷ്ണു കേൾക്കുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോൾ വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാകുന്നു. ശാലിനി, ഇയാൾ ഒടുവിൽ എത്തിയല്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പതിയെ പറയുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്ഥലം കളക്ടറായിട്ട് എത്തിയല്ലേ. നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളും ഇയാൾ ചെയ്യുന്നുണ്ടല്ലേ. ഇയാൾ ഇത്ര അടുത്തുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ശാലിനി എന്നൊക്കെ ഓർത്ത് വിഷ്ണു അവിടെ നിന്ന് കരയുകയാണ്. എന്നിട്ട് ആരും കാണാതിരിക്കാൻ തൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്നു. നമുക്കിനി ചടങ്ങുകളിലേക്ക് തുടങ്ങാം. മേഡം തന്നെ താലിമാല കൊടുത്തോളൂ എന്നൊക്കെ തിരുമേനി പറയുന്നു. അങ്ങനെ ശാലിനി തന്നെ ആ താലിമാല വാങ്ങിക്കുവാണ്. സുസ്മിതയ്ക്കാണെങ്കിൽ ഇത് സഹിക്കുന്നില്ല.
വളരെ സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു. സന്തോഷത്തോടെ ശാലിനി ഓരോരുത്തർക്കും താലിമാല എടുത്ത് കൊടുക്കുന്നു. ഇനി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് താലി കെട്ടിക്കോളൂ എന്ന് തിരുമേനി പറഞ്ഞതും എല്ലാവരും അവരുടെ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. ശിവദാസൻ എല്ലാവർക്കും മാല കൊണ്ടു കൊടുക്കുന്നു. ഇനി വധു ആദ്യം വരനെ മാല അണിയിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നുണ്ട്. അതുപോലെ അവരെല്ലാവരും ചെയ്യുന്നു. തിരിച്ചും അതുപോലെ മാല അണിയുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ വിചാരിക്കുന്നു, ശാലിനി അമ്മ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന താലിമാലകൾ ഇയാളെ ദേവി സന്നിധിയിൽ വെച്ച് ഏറ്റുവാങ്ങി. ഇനി നമ്മൾ ഒരുമിക്കുന്നത് ഒരു ശക്തിക്കും തടയാനാവില്ലടോ. അങ്ങനെ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ശ്യാമയാണ് വിളിക്കുന്നത്. വിഷ്ണുവേട്ടാ, സത്യമ്മ ഹോസ്പിറ്റലാണെന്ന് ശ്യാമ പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു. ഹോസ്പിറ്റലോ? എന്തു പറ്റിയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഉണ്ടായ കാര്യങ്ങളൊക്കെ ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു. സത്യമ്മയുടെ അവസ്ഥ ഡോക്ടർ ആരും ഒന്നും പറയുന്നില്ല, എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. വിഷ്ണുവേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നൊക്കെ ശ്യാമ പറയുന്നു. കരഞ്ഞുകൊണ്ട് ഞാൻ വരാമെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ വെച്ചു. ഈ സമയവും ശാലിനിയോടൊന്ന് സംസാരിക്കാൻ പോലും വിഷ്ണുവിനാവില്ലായിരിക്കും. കുറച്ച് കൈയകലത്തിൽ തന്നെയാണ് ശാലിനി നിൽക്കുന്നത്. അവിടെ വെച്ച് ആ സത്യത്തെപ്പറ്റി വിഷ്ണു ഓർക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ വിഷ്ണു അവിടെ നിന്ന് കരയുകയാണ്. ശാലിനിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിൻ്റെ അടുത്ത നിമിഷം മരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് അമ്മ. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ അമ്മ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു. പരസ്പരം കണ്ടിട്ട് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. വിഷ്ണു അങ്ങനെ തന്നെ തിരിഞ്ഞു പോവുകയാണ്. എന്തായാലും തൻ്റെ ശാലിനി ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് വിഷ്ണു. അതുമാത്രമല്ല, ശാലിനി ഇപ്പോൾ ഒരു ജില്ലാ കളക്ടർ കൂടിയാണ്. അവർ ഒന്നിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ ശാലിനി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ആശ്വാസമുണ്ട് വിഷ്ണുവിന്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.